നമ്മൾ കുറെ നിൽക്കണം, പിന്നെ കുറെ ഇരിക്കണം. അതുകൊണ്ട് നിക്കരിക്കണം എന്ന അർത്ഥത്തിലല്ല അള്ളാഹു നമസ്കാരത്തെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയത്. സഹാബാക്കളോട് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയും ചെയ്തു, സഹാബത്തെ, എന്തിനാണ് നമസ്കാരം? ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലുള്ളതുപോലെ സഹാബാക്കളിൽ ചിലർ പറഞ്ഞു, അൽ അഹദുല്ലദീ ബൈനനാ വ ബൈനകും അസ്സലാത്ത് ഫമൻ തറക ഫഖദ് കഫറ. റസൂലേ, നമ്മളും കാഫിരീങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. ആര് നമസ്കാരം ഉപേക്ഷിക്കുന്നുവോ അവൻ കാഫിറാവും. അതുകൊണ്ട് ഒരിക്കലും കാഫിറാവാതിരിക്കാൻ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് സ്വഹാബത്തിൽ ചിലർ മറുപടി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലയാട്ടിയിട്ട് പറഞ്ഞു, അല്ല. ഒരുപാട് നേരം ചിന്തിച്ചിരുന്ന സഹാബാക്കൾ തിരിച്ചു പറഞ്ഞു, എങ്കിൽ പറ റസൂലേ, എന്തിനാ നമസ്കാരം? ആ ചോദ്യത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്നു, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഓരോരുത്തരും 5 തവണകളായി വളരെ സമയമെടുത്ത് വൃത്തിയോടെ നിങ്ങൾ ആ പുഴയിൽ കുളിക്കുന്നുണ്ടെന്നും വിചാരിക്കുക. അങ്ങനെ കുളിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ വല്ല മാലിന്യവും ഉണ്ടാകുമോ? സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ബല, ഇല്ല നബിയേ, ഞങ്ങളുടെ ഒന്നും ശരീരത്തിൽ പിന്നെ ഒരു മാലിന്യവും ഉണ്ടാവില്ല. എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, 5 വക്ത് നമസ്കരിക്കുന്നവൻ 5 തവണ കുളിക്കുന്നത് പോലെ എങ്ങനെ ശുദ്ധിയാവുന്നുവോ അതേ നിലക്ക് അവന്റെ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും ആ നമസ്കാരം കൊണ്ട് കഴുകാൻ അവന് സാധിക്കണം. അതിനാണ് നമസ്കാരം. കാരണം 5 വക്ത് നമസ്കരിക്കുന്നവന്റെ ജീവിതത്തിൽ പിന്നെ പകയുണ്ടാവാൻ പാടില്ല. 5 വക്ത് നമസ്കരിക്കുന്നവന്റെ ജീവിതത്തിൽ പിന്നെ കുടുംബ ബന്ധങ്ങളുമായി പിണക്കുണ്ടാവാൻ പാടില്ല. 5 വക്ത് നമസ്കരിക്കുന്നവന്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും അനീതിയോ അക്രമമോ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇന്നും പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും പുച്ഛവും ഏഷണിയും പരദൂഷണവും കുതന്ത്രങ്ങളും കുത്തുവാക്കുകളും നമ്മളെ ഹൃദയത്തിൽ ഇന്നും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ നമസ്കരിച്ചിരിക്കുന്ന നമസ്കാരം കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഗുണം നമുക്കുണ്ടായിട്ടില്ല എന്ന, റബ്ബ് തീരുമാനിച്ച മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന. നമസ്കരിച്ച് സലാം വീട്ടുന്നവന് പിണങ്ങി നിൽക്കുന്ന പെങ്ങളോടൊന്ന് സലാം പറയാൻ പറ്റുന്നില്ലെങ്കിൽ, നമസ്കരിച്ച് സലാം വീട്ടുന്നവന് പടച്ചോനെ ഞാൻ കഴിച്ചു പോയത് ഹക്കല്ലാത്ത മുതലാണോ എന്ന ആശങ്ക തോന്നുന്നില്ലെങ്കിൽ, ആമിനത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, ആ അധ്വാനിച്ച കണക്കുമായി അവർ റബ്ബിന്റെ മുൻപിലെത്തുമ്പം അള്ളാഹു പറയും, തസ്ലാ നാറൻ ഹാമിയ, നിങ്ങൾക്ക് നരകമാ ഞാൻ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ ഏതൊരു കർമ്മവും, എന്തിനാ സക്കാത്ത്, അവനവന്റെ ഔദാര്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്നങ്ങനെയാ. ഓരോരുത്തരും സക്കാത്ത് കൊടുക്കാൻ നേരത്തെ ബാങ്കുകളിൽ ചെന്ന് 100ന്റെ പടയ്ക്കുന്ന 200ന്റെ പടയ്ക്കുന്ന നോട്ടുകൾ വാങ്ങും. എന്നിട്ട് ഓരോരുത്തർക്കും 100ഉം 200ഉമായിട്ട് കൊടുത്തിട്ട് പറയും, ഞാൻ എന്റെ സക്കാത്ത് കൊടുക്കുകയാ. ആർക്കാ സക്കാത്ത് കൊടുക്കുന്നത്? പേരക്കുട്ടികൾക്ക് 100 വീതം, മക്കൾക്ക് 200 വീതം, അമ്മായിമാർക്ക് 500 വീതം. അതാണോ സക്കാത്ത്? അല്ലതീ യുഅ്തി മാലഹു യതസക്ക. സക്കാത്ത് കൊടുത്താൽ നിങ്ങളുടെ സമ്പത്ത് മുഴുവനും ശുദ്ധീകരിക്കപ്പെടും എന്ന് പറഞ്ഞ സക്കാത്ത് നിങ്ങൾക്ക് നൽകപ്പെട്ട സമ്പത്തിന്റെ 2.5% മറ്റൊരുത്തന്റെ കണ്ണുനീര് തുടയാനാവണം. എങ്കിൽ മാലഹു യതസക്ക, നിങ്ങളെ സമ്പത്ത് ശുദ്ധമാകും. എന്തിനായിരുന്നു റമദാൻ? പലരും പറയുന്നത് പോലെ മുൻകാലഘട്ടത്തെ അപേക്ഷിച്ച് ഈ റമദാനൊക്കെ വലിയ ആവേശത്തിലാണ്. പണ്ടുകാലത്തെ അപേക്ഷിച്ച് പള്ളികൾ സജീവമാകുന്നു, അതിനേക്കാളേറെ തെരുവുകൾ സജീവമാകുന്നു. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ റിട്ടയർഡ് IG അലക്സാണ്ടർ ജേക്കബ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമീങ്ങളുടെ നോമ്പാണ് അവരെ പല അസുഖത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്. കാരണം ആ നോമ്പിനൊരു പ്രകൃതിയുണ്ട്.
ആ നോമ്പിൽ സുബഹിക്ക് മുൻപേ ഭക്ഷണം കഴിക്കുന്നിടത്തും മഗ്രിബിന് ശേഷം കഴിക്കുന്നിടത്തും ഒരു പ്രകൃതിയുണ്ട്, ഒരു നിയമമുണ്ട്. ശരീരത്തിന് ആവശ്യമായ കൃത്യമായ ഒരു സംവിധാനം മുസ്ലിമീങ്ങളുടെ നോമ്പിനുണ്ട്. അതുകൊണ്ടാണ് പല മുസ്ലിമീങ്ങൾക്കും ആരോഗ്യപരമായ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതെന്ന് വിവരവും വിദ്യാഭ്യാസവും ശാസ്ത്രബോധവുമുള്ള അലക്സാണ്ടർ ജേക്കബ് എന്ന ഒരു അമുസ്ലിം IG കേരളക്കരയിൽ പ്രഖ്യാപിച്ചു. പക്ഷെ ഇന്ന് 5-10 വർഷങ്ങൾക്കിപ്പുറം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും സുക്കേട് ബാധിക്കുന്ന മാസം റമദാൻ മാസമാണ്. ചിന്തിച്ചു നോക്കൂ, വീട്ടിലുള്ള ഭക്ഷണം മക്കൾക്ക് മതിയാവുന്നില്ല. വെറൈറ്റികളായ ഭക്ഷണങ്ങളും അത് കഴിക്കാനുള്ള അവസരങ്ങളും തേടി നമ്മൾ ആ കാര്യത്തെ ഏറെ ആഘോഷമാക്കി, അല്ലേ? കഴിക്കാനും തുറക്കാനും സൗകര്യങ്ങളും സമ്പത്തും പടച്ചോൻ തന്നാലും നമുക്കത് പോരാ. ബാറ്ററി വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തുന്ന മാങ്ങയും എന്തെന്ന് പോലും അറിയാത്ത മസാലക്കൂട്ടുകൾ ചേർക്കപ്പെട്ട ഭക്ഷണവും ഓരോ ദിവസവും ക്യൂ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗൗരവപരമായ അവസ്ഥ ഇന്ന് കേരളത്തിലെ ഓരോ ദിവസങ്ങളും 3% വൃക്ക രോഗികളും കിഡ്നി രോഗികളും കേരളത്തിന്റെ മണ്ണിൽ കൂടുന്നു എന്ന് പത്രക്കാർ ആണയിട്ട് പറയുമ്പോഴും കേരള ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും ഒരിക്കലും ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർക്കരുതെന്നും അജിനാമോട്ടോയുടെ ഒരു അംശമെങ്ങാനും ഭക്ഷണത്തിലുണ്ടെങ്കിൽ ഗർഭിണികളോ അല്ലെങ്കിൽ കുട്ടികളോ ആ ഭക്ഷണം കഴിക്കരുത് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവ് പോലും ഒരു ചെറിയ പെട്ടിക്കോളത്തിന്റെ മൂലയിലേക്ക് ഒതുക്കി നമ്മൾ ഈ മാസം രോഗത്തിന്റെയും ആർഭാടത്തിന്റെയും മാസമാക്കുന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു റമദാൻ? നമ്മൾ കുറെ ഭക്ഷണം കഴിക്കണം, കുറെ പട്ടിണി അടക്കണം, ആ പട്ടിണിയുടെ വേദന അള്ളാഹ്ക്ക് കാണണം, കാലിയായ വയറിന്റെ സങ്കടം പടച്ചോൻ അറിയണം, ഭക്ഷണം കഴിക്കാത്ത വായുഗന്ധം പടച്ചോനൊന്ന് ആസ്വദിക്കണം, രാത്രി തുറക്കാൻ നേരത്ത് മുക്കുമുട്ട വലിച്ചു കയറ്റണം. ഇതിനല്ല റമദാൻ. മറിച്ച് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, റമദാൻ മൻ അദ്റക റമദാന ഫലം യുഗ്ഫിർ ദുനൂബ ഫമത. ഒരൊറ്റ റമദാനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. ആ റമദാൻ കൊണ്ട് ആ ആയുസ്സിൽ അത്രയും ചെയ്തു കൂട്ടിയ പാപങ്ങൾ റബ്ബിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ, ഇസ്തിഗ്ഫാർ നേടാൻ. ഒരിക്കൽ മദീന പള്ളിയിലെ മിമ്പറിലേക്ക് പ്രസംഗത്തിന് വേണ്ടി കയറാൻ നിൽക്കുമ്പോ പെട്ടെന്ന് അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്നു. സഹാബത്ത് ഇങ്ങനെ നോക്കുമ്പോ വെറുപ്പോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ തുടങ്ങി, ആമീൻ 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 3 തവണ. കേട്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു, റസൂലേ, എന്തിനാ നിങ്ങൾ ആമീൻ ചൊല്ലിയത്? ആരും ദ്വാരുന്നിട്ടൊന്നുമില്ലല്ലോ. റസൂലുള്ളാഹിന്റെ മറുപടി, ആത്താനിയൽ ജിബ്രീൽ, എന്റെ ജിബ്രീൽ എന്റെ അരികിൽ വന്നു. എന്നിട്ട് ആ ജിബ്രീൽ എന്നോട് പറഞ്ഞു, മൻ അദ്റക റമദാന, അള്ളാഹുവിന്റെ അടിമയിൽപ്പെട്ട ഒരാൾക്ക് ഒരു റമദാൻ കിട്ടി, ഫലം യഗ്ഫിറു ദുനൂബ, അവന്റെ റമദാൻ കൊണ്ട് പാപങ്ങളൊന്നും റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് ഹൃദയം തുറന്ന് കരയാനും ഓരോ അമലുകളെ കൊണ്ടും പകലുകളെ കൊണ്ടും എന്റെ പാപങ്ങൾ അള്ളാഹ് എനിക്ക് പുറത്തു തരുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടി ആ ദിവസത്തെ ഉപയോഗപ്പെടുത്താനും അവന് സാധിച്ചിട്ടില്ല. അള്ളാഹു അവനെ ശപിക്കട്ടെ. ആ ശപിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് ആമീൻ ചൊല്ലി. ആലോചിച്ചു നോക്കൂ, 22 ദിവസങ്ങൾക്കിടയിൽ എത്ര തവണ നെഞ്ചുപൊട്ടി പടച്ചോന്റെ നേരെ നമ്മൾ കൈനീട്ടിയിട്ടുണ്ട്. ഈ ആയുസിന്റെ ഇടയ്ക്ക് ചെയ്തു കുട്ടിയെ എണ്ണിയാൽ ഒടുങ്ങാത്ത പാപങ്ങൾ എത്രത്തോളം റബ്ബിന്റെ മുൻപിൽ നമ്മൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാസം അവസാനിക്കുന്നതിന്റെ മുൻപേ ഈ കാലം അത്രയും ഞാൻ ചെയ്തു കുട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും, കാരണം നമ്മളാരും മൗസൂമീങ്ങളല്ലല്ലോ, ആദമിന്റെ മക്കളാ. ഇന്ന നഫ്സ അമ്മാറത്തും ബിസ്സൂഅ്, ഒരുപക്ഷെ തിന്മ സംഭവിക്കും. ഏത് തിന്മക്കും പടച്ചോൻ ഇസ്തിഗ്ഫാർ വെച്ചിട്ടുണ്ട്. ശിർക്കല്ലാത്ത ഏത് പാപം നിങ്ങൾ ചെയ്ത് മരിച്ചാലും അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. ഫഇൻ സനാ, നിങ്ങൾ വ്യഭിചരിച്ചാലും, വഇൻ ശരിബൽ ഖംറ, നിങ്ങൾ കള്ളു കുടിച്ചാലും, വഇൻ സറക, അവരിന്റേത് കുത്തിപ്പിടിച്ചെടുക്കുന്ന മോഷ്ടാവാണെങ്കിലും, നിങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിലും, ആരാന്റത് ഹക്കല്ലാത്ത മുതൽ കവർന്നെടുത്തിട്ടുണ്ടെങ്കിലും, എന്തിനേറെ അപ്രതീക്ഷിതമായി മരണത്തിലേക്ക് നിങ്ങൾ സ്വയം പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും. എന്തില്ലെങ്കിൽ ഇല്ല ശിർക്ക്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണെങ്കിൽ. ആ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ 22 ദിവസം നമ്മളോട് യാത്ര ചോദിക്കുകയാണ്.
എത്രത്തോളം നമ്മൾ അള്ളാന്റെ അടുത്തേക്ക് അടുത്തു, എത്രത്തോളം ഹൃദയത്തിൽ തഖ്വയുടെ ചിന്തകൾ ഉണ്ടാക്കാൻ സാധിച്ചു. പാവപ്പെട്ടവന്റെ പട്ടിണിയും വിശപ്പിന്റെ കാഠിന്യം തുടങ്ങി ഏകനായ സിട്ടാവിന് വേണ്ടി അനുവദിക്കപ്പെട്ടതിന്റെ മുൻപിൽ ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്ന ഒരു തഖ്വയുണ്ടല്ലോ, ആ തഖ്വയാണ് റമളാനിൽ അള്ളാഹ് നമുക്ക് നിശ്ചയിച്ചു തന്ന ഏറ്റവും വലിയ സമ്പാദ്യം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് സൂക്ഷ്മതയുണ്ടാകാൻ, തഖ്വയുണ്ടാവാൻ, ആ തഖ്വ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. നേടിയെടുക്കുന്ന തഖ്വയും വിശുദ്ധിയും നിമിഷ നേരങ്ങളെ കൊണ്ട് തകർത്ത് കളയാൻ ഇന്ന് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പള്ളികൾ കാലിയാവുകയാ, ഓരോരുത്തരും പള്ളിയുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഓരോ സുബ്ഹി നമസ്കാരത്തിനും ഗൗരവത്തോടെ പള്ളിയിലെത്തിയവർക്ക് ഇന്ന് സുബ്ഹിയെ വലിയ പ്രാധാന്യത്തോടെ കാണാൻ സാധിക്കുന്നില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ കണിക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഒരു അലസത നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഇബാദത്തിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ തഖ്വ നേടാൻ പറ്റിയിട്ടില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ആ തഖ്വയായിരുന്നു സഹാബത്തിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതും. കാരണം നാളെ പടച്ച റബ്ബിന്റെ അരികിലേക്ക് ഒരു മടക്കം അനിവാര്യമാണ്. എത്രയേറെ സമ്പാദിച്ചാലും എന്തൊക്കെ വാരിപ്പിടിച്ചാലും മടക്കം അള്ളാഹ് നിശ്ചയിച്ചു കഴിഞ്ഞതാ. റബ്ബ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മിൻ അയ്യി ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. മനുഷ്യരെ, നിങ്ങൾ എവിടെ നിന്ന് വന്നവരാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒന്നുമല്ലായ്മയിൽ നിന്ന് പിതാവിന്റെ നെഞ്ചും കൂടിനുള്ളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിന്റെ ഉമ്മാന്റെ ഗർഭത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടത്തോട് അള്ളിപ്പിടിപ്പിച്ച് ഈ കാണുന്ന കോലത്തിൽ നിന്റെ സൃഷ്ടാവ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ സുമ്മ അമാതഹു ഫഅക്ബറ, നീ തീർച്ചയായും വന്ന റബ്ബിന്റെ അടുത്തേക്ക് തന്നെ നാളെ തിരിച്ചു പോകേണ്ടവനാ. എത്ര കോടികൾ കയ്യിലുള്ളവരുണ്ടായിരുന്നു, എത്രയേറെ സമ്പത്തുള്ളവരുണ്ടായിരുന്നു, എത്ര സ്വപ്നങ്ങൾ മനസ്സ് കൊണ്ടുവരുന്നവരുണ്ടായിരുന്നു. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലുള്ള ഒരു മരണം നമ്മൾ വായിച്ചില്ലേ? 5 കൊല്ലത്തെ പ്രവാസം കഴിഞ്ഞ് വാപ്പാന്റെ പേരിലുള്ള ചെറിയ കടങ്ങളൊക്കെ വീട്ടി തന്റെ കുടുംബത്തെ കാണാൻ ആ ചെറുപ്പക്കാരൻ വിമാനം കയറിയതാ. പെട്ടി കാത്തു നിൽക്കുന്ന മക്കളോടും ഭാര്യനോടും വാപ്പാനോടും അവൻ പറഞ്ഞിട്ടുണ്ട്, കരിപ്പൂര് വന്ന് കാത്തുക്കണം. 9:30 മണിക്കിറങ്ങുന്ന ഫ്ലൈറ്റിന് വേണ്ടി വാപ്പയും മക്കളും ഭാര്യയും 8 മണിക്കെന്ന എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്നാ. ഓരോ ഫ്ലൈറ്റുകാരൻ വന്നു പോകുമ്പോഴും ആവേശത്തോടെ അവർ നോക്കി. ഇല്ല, ഈ ചെറുപ്പക്കാരന്റെ വിമാനം ലാൻഡ് ചെയ്തു ഉടനെ തന്നെ അദ്ദേഹം സീറ്റിന്റെ എഴുതിയിട്ട് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂരെത്തിയില്ലേ? അൽഹംദുലില്ലാ, എത്തിയെന്ന വാക്കോടെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരിക്കടന്നു. മിനിറ്റുകൾക്കപ്പുറം ആ ഫ്ലൈറ്റിലെ 100-ൽ പരം ആളുകൾ പുറത്തേക്ക് പോയി. ഈ ചെറുപ്പക്കാരന്റെ സീറ്റിൽ അയാൾ ചാരിക്കടക്കുക തന്നെ. പിന്നീടൊക്കെ പെട്ടെന്നായിരുന്നു. ആംബുലൻസിന്റെ സൈറൻ മുഴക്കപ്പെടുന്നു. ചീറിപ്പാഞ്ഞ് വിമാനത്തിന്റെ അടുത്തേക്ക് ആംബുലൻസ് വരുന്നു. ചെറുപ്പക്കാരനെടുത്ത് കയറ്റുന്നു. ആ ശരീരവുമായി ആംബുലൻസ് കുതിച്ചോടുമ്പോ ആ എയർപോർട്ടിന്റെ മുറ്റത്ത് ആ വാപ്പയെ കാത്തിരിക്കുന്ന, ആ മകനെ കാത്തിരിക്കുന്ന ആ വാപ്പാക്കും മക്കൾക്കും അറിയൂല ആ ആംബുലൻസിന്റെ ഉള്ളിലുള്ളത് 5 കൊല്ലം കൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ പൊന്നോമന മകനാണ്. വീണ്ടും മകനെ കാണാതായി കരയുന്ന കുടുംബത്തെയും കുട്ടി ആ എയർപോർട്ട് അധികൃതർ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെത്തി. ഐസിയുവിന്റെ മുൻപിൽ സ്ട്രെച്ചറിൽ ഒരു 3 അല്ലെങ്കിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് തലയടക്കം മൂടപ്പെട്ടവന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കുമ്പോ ആ മകന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ച് അന്ന് വാപ്പ കരഞ്ഞത് ഇന്നും ആ ഹോസ്പിറ്റലുകാര് നെഞ്ചുപൊട്ടിയിട്ട് പറയും, പടച്ചോനെ, എന്തിനാ എന്റെ മോനെ കൊണ്ടുപോയത്? എനക്ക് ഇന്നെ കൊണ്ടുപോയാ പോരെ? ഞാനല്ലേ റബ്ബേ വയസ്സൻ, എനിക്കല്ലേ റബ്ബേ സൂക്കേട്, എനിക്കല്ലേ പടച്ചോനെ ഒരു ഗുണമില്ലാത്ത? എന്തിനാ പടച്ചോനെ നിന്റെ മക്കളെ എത്തി മക്കളാക്കിയത്? എന്തിനാ ഇനി ആ കുട്ടീനെ വിധവയാക്കിയത് എന്ന് ചോദിക്കുമാറ് ഈ ലോകത്തുനിന്ന് അള്ളാഹു നിങ്ങളെ കൊണ്ടുപോകും. ഏതെങ്കിലും ഒരു നിമിഷം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാ. അതുകൊണ്ടാ മുൻഗാമികളായ ഉലമാക്കളും കവികളും ആ രംഗത്തെക്കുറിച്ച് പാടി പറഞ്ഞിട്ടുണ്ട്. വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅ്മൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ
വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ട. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ കുടുംബങ്ങൾ കരയും. ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാർ വെപ്രാളപ്പെടും. ബാക്കിയ അങ്ങനെ കരഞ്ഞുകൊണ്ട് നീ ജനിച്ച സമയം വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ, നിന്റെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ എന്റെ ചുറ്റും കൂടി നിന്ന് ചിരിച്ചതാ എന്റെ കരച്ചിൽ കണ്ടപ്പോ. ഇന്ന് കരഞ്ഞു കിട്ടിയല്ലോ എന്ന് അവർ സമാധാനിച്ചിട്ടുണ്ട്. അന്ന് കരഞ്ഞവരൊക്കെ എന്റെ ചുറ്റും കൂടി നിന്ന്, ചിരിച്ചവരൊക്കെ നിന്റെ ചുറ്റും കൂടി നിന്ന് കരയുന്ന ഒരു ദിനമുണ്ട്. അന്ന് നിന്റെ മരണമായിരിക്കും. ആ മരണത്തിൽ നിനക്ക് പുഞ്ചിരിച്ച് പടച്ചോന്റെ അടുത്തേക്ക് പോണേ. നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. നിനക്ക് നിന്റെ കബറ് നിന്നെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്നവരാക്കണമെങ്കിൽ നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. ആ അധ്വാനിക്കാൻ റബ്ബ് തന്ന ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഞാമത്തായിരുന്നു റമദാൻ. 22 ദിവസം കൊണ്ട് 22 പേജോതാത്തവരുണ്ട്. 22 ദിവസം കൊണ്ട് 22 സൂറത്തോടാത്തവരുണ്ട്. 22 ദിവസത്തിന്റെ ഇടയ്ക്ക് 22 ജമാഅത്ത് നിസ്കരിക്കാത്തവരുണ്ട്. 22 ദിവസത്തിന്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും ഹൃദയം തുറന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നെഞ്ചുപൊട്ടി പറയാത്തവരുണ്ട്. അല്ല ചോദിക്കുക, പിന്നെന്താ മനുഷ്യരെ ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത്? പിന്നെന്താ അങ്ങക്ക് അള്ളാന്റെ അടുത്തേക്ക് കുറെ ഏൽപ്പിക്കാനുള്ളത്? ആ തഖ്വ നേടാനും നിലനിർത്താനും അള്ളാഹു നമുക്ക് നിശ്ചയിച്ച മാസമായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് 11 മാസം അള്ള നമ്മളെ പരിഗണിക്കും. എന്തിന്? നമുക്ക് ആ ഈമാൻ ഉണ്ടോ? അവൻ ഒരു മാസം അഭിനയിച്ച് കാണിച്ചതാണോ? അവന്റെ ഹൃദയപരമായ മാറ്റം, ആത്മീയ മാറ്റം അവൻ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഈ പുറമെ കാണിക്കുന്ന മാറ്റമൊന്നും നമുക്ക് ആരെയും ബോധ്യപ്പെടുത്താനില്ല. ഈ പുറമെ കാണിക്കുന്ന മാറ്റം കൊണ്ട് ചിലപ്പോ നാട്ടുകാർ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും, ആള് നല്ല ദീനിയാണ്, അതുകൊണ്ട് എന്താന്ന് വെച്ചോ. അല്ലെ നമ്മളെ മയ്യത്തസ്കാരത്തിന് ആള് കൂടിയെന്നും വരും. അല്ലേ, നമ്മളാരെങ്കിലും മരിച്ചു നാട്ടിൽ നമുക്ക് നല്ല വിലയാ. കാരണം എന്താ? നമ്മളിങ്ങനെ നല്ല ദീനിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ദീനിയായിട്ടൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഭയങ്കര മുത്തക്കിയാന്നൊക്കെ ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്.